വണ്ടിയൊക്കെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു. റെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഇറക്കി വിട്ടതാ. നമ്മള് കത്തിക്കൂല്ലേ? പിന്നെ അല്ലാണ്ട് പാട്ട് കേട്ട് ഗസ് ചെയ്യാ ആരാണ് വന്നിരിക്കുന്നത്. സമയം ഏകദേശം 5 മണി. ഇന്ന് ശനിയാഴ്ച 21-ാം തീയതിയാണ്. നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് ഇതായിരിക്കും. നമ്മളിന്ന് ആലപ്പുഴ പ്രോവിഡൻസ് കോളേജിൽ ഓട്ടോ ഷോയ്ക്ക് പോവുകയാണ്. നമ്മളെങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാക്ക് ഗോർ വണ്ടിയായിട്ടാണ് പോകുന്നത്. കാണിച്ചിടാം ഗൈസ്. നമ്മളെ വണ്ടി തുടങ്ങുന്നു. നമ്മളിപ്പോൾ വെഞ്ഞാറമൂട് ജംഗ്ഷനിലാണ് ഗൈസ്. ഇതാണ് ബ്ലാക്ക് ഗോർ ഒഫീഷ്യൽ. വാ. ആസ് യൂഷ്വൽ നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു അരമണിക്കൂറിനകത്ത് തന്നെ ഒരു ചായ കുടിക്കും. പതിവ് തെറ്റിക്കാതെ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങി. ഇനി ചായ കുടിച്ചിട്ടായിരിക്കും ബാക്കി യാത്രകൾ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ആലപ്പുഴ എത്തി. ഒരു നൈസ് ലൊക്കേഷൻ കണ്ട ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തിയാണ്. ഇതാണ് ലൊക്കേഷൻ. ഇതാണ് നമ്മൾ ബ്ലാക്ക് ഗോറിൻ്റെ ഒഫീഷ്യൽ ക്യാമറാമാൻ. പുള്ളിയുടെ ID ഞാൻ കൊടുത്തേക്കാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഏകദേശം 1 hour ആയി നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. സ്റ്റിൽ നമ്മളെ വീഡിയോ പരിപാടി ഇവിടെ നടക്കുന്നേ ഉള്ളൂ. ഒരു വ്യൂ എന്ന് പറയുന്നതാ കിട്ടില്ല. നടക്കുന്ന നമ്മളെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് കാണിക്കാതിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് റോഡ് പ്രസൻസ് ആണ് സാധനത്തിൽ. അങ്ങനെ ഷൂട്ടിന് ശേഷം നമ്മൾ ഓണറിൻ്റെ വൈഫ് ഹൗസിലോട്ട് പോയി. നമ്മളവിടെ പോയതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഫ്രഷ് ആവുക, ഒപ്പം നമ്മളെ വണ്ടി കുട്ടപ്പനാക്കുക. പിന്നെ നമ്മൾ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ടയറൊക്കെ പോളിഷ് ചെയ്തിരിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല ചൂട് കോഫി കിട്ടി. അതുകൂടെ കുടിച്ചപ്പോൾ നല്ല ബർക്കത്തായി. പിന്നെ ഫ്രഷ് ആയപ്പോൾ നമ്മൾ നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പറപ്പിച്ച് വിട്ട് പോകുന്നത്. കാരണം ഓൾറെഡി നമ്മൾ കാത്തൊരു വണ്ടി അവിടെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളെ ടീമായിട്ടായിരിക്കും നമ്മളവിടെ കയറാൻ പോകുന്നത്. എല്ലാ വണ്ടി ഭ്രാന്തന്മാരുടെ കയ്യിലും കാണും ഇതേപോലെ സ്വന്തം പേരടിച്ചൊരു നെയിം ബോർഡ്. അപ്പോൾ നമ്പർ പ്ലേറ്റിന് പകരം ഈ നെയിം ബോർഡ് ഒട്ടിച്ചിട്ടായിരിക്കും നമ്മൾ ഓട്ടോ ഷോയിൽ കയറുന്നത്. പേരൊട്ടിക്കാതെ എന്തൊരു ഓട്ടോ ഷോ. പിന്നെ നമ്മൾ ഓൾറെഡി പ്രോവിഡൻസ് കോളേജിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ട്. ആർക്കും കാണാൻ പറ്റാത്ത ഹൈഡ് ഔട്ടിൽ തന്നെ നമ്മൾ വണ്ടി ഇട്ടിട്ടുണ്ട്. ആർക്കും കാണാൻ പറ്റില്ല. പക്ഷേ വണ്ടി ഇട്ടിട്ടുണ്ട്. അത് ആർക്കും കാണാൻ പറ്റില്ല. അങ്ങനെ നമ്മളെ ടീം ഓരോന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് പ്രോവിഡൻസ് കോളേജ്. പുനടാവ് ജാക്കറ്റ് ജെട്ടിപ്പോയി. ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വൈബ് വെച്ചിട്ടും ലുക്ക് വെച്ചിട്ടും ആ ഒരു അറ്റ്മോസ്ഫിയർ വെച്ചിട്ട് എൻ്റെ കോളേജിനെക്കാട്ടും എന്തുകൊണ്ടും ബെറ്റർ ആയിരുന്നു. ഇപ്പോഴത്തേക്കും നമ്മുടെ ബെൻസ് എത്തി. പുറകിൽ 2 ഫോർച്യൂണർ ഉണ്ട്. അപ്പോൾ 4 വണ്ടിയായിട്ടായിരിക്കും നമ്മൾ ലൈനപ്പ് സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു ഓട്ടോ സ്റ്റോയിൽ അലോട്ട് ചെയ്തിരിക്കുന്ന വണ്ടികൾ മാത്രമേ ആ കോളേജിനകത്തേക്ക് എൻ്റർ ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ ഫോമൊക്കെയാണ് ഈ ചെയ്യുന്നത്. 2-3 പേരെ ഒന്ന് ക്രോസ് ചെക്കിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്യാമറാമാനൊക്കെ സെറ്റായിട്ട് നിൽപ്പുണ്ട്. കുറച്ച് വണ്ടിയൊക്കെ ആദ്യമേ വന്ന് കിടപ്പുണ്ട് ഇവിടെ. നമ്മള് കത്തിക്കൂല്ലേ? പിന്നെ അല്ലാണ്ട് വീഡിയോ എടുത്തു വയറിലാക്കണം. ഇതാണ് നമ്മുടെ ടീം. ഒരു താർ, 2 ഫോർച്യൂണർ, ബെൻസ്. കുറച്ചുപേരുടെ പേഴ്സണൽ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ ബെൻസും ഈ ഫോർച്യൂണറും ആ ഷോയിൽ നിന്ന് ഇറക്കി വിട്ടു. ഓട്ടോ ഷോയിൽ ഡ്രിഫ്റ്റ് ചെയ്തു എന്നതാണ് കാരണം. എടുത്തു പറയേണ്ട കാര്യം, കോളേജുകാർക്കോ മാനേജ്മെന്റോ ഡ്രൈവിനോ ഇതിൽ യാതൊരുവിധ പങ്കുകളും ഇല്ല. കാരണം അവർ അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടായിരുന്നു ആ ഒരു ഓട്ടോ ഷോ കണ്ടക്ട് ചെയ്തത്. ചില ആൾക്കാരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയും ഈഗോ വിജയിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെയൊന്നും കാണിക്കരുത്. ആ ഒരു ഓട്ടോ ഷോ നശിപ്പിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഓഡിയോ ഇങ്ങനെ കേൾപ്പിക്കുന്നത്. കാരണം വോക്കൽ ഇല്ലാത്തതുകൊണ്ട് പാട്ട് പുറത്തേക്ക് കേൾപ്പിക്കാനുള്ള സെറ്റപ്പാണിത്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഡ്രൈവിൻ്റെ ഫ്ലാഗ് ഓഫ് ഒക്കെ ഇവിടെ നടക്കുകയാണ്. ഡ്രൈവിൻ്റെ ഫ്ലാഗ് ഓഫും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാ വണ്ടി ലൈനപ്പായിട്ട് ഗ്രൗണ്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളെ പരിപാടി അടിച്ച് പൊളിക്കാൻ പോവുകയാണ്. ഏകദേശം 50 പുറത്ത് വണ്ടികളാണുള്ളത്. റാപ്സ് ഒക്കെ വരുന്നുണ്ടല്ലേ? പിന്നെ വരുന്നുണ്ട്. ഗൈസ്, വളരെ മനോഹരമായിട്ട് നമ്മൾ ഗ്രൗണ്ടിലോട്ട് എൻ്റർ ആവാൻ പോവുകയാണ്. ഓൾറെഡി കുറെ വണ്ടികളിവിടെ ഉണ്ട്. നേരത്തെ ലൈനപ്പായി. ബ്രോ, ഒരു വ്യൂ ഒക്കെയാണ് കിട്ടില്ലല്ലേ? ഈ ആനക്കുടിയുടെ പുറത്തിരുന്ന് ഇങ്ങനത്തെ ഒരു കാഴ്ചയാണ് എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ഒരു ഇൻസിഡൻറ്റ്. നമ്മളിവിടെ നിൽക്കുമ്പോഴാണ് ആ ഒരു ബ്ലാക്ക് ഫോർച്യൂണർ ഡ്രിഫ്റ്റ് ചെയ്യുന്നത്. ഒരു ഡ്രിഫ്റ്റ് ചെയ്തു എന്നും പറഞ്ഞ് ആ വണ്ടികളെ പുറത്താക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് കാര്യം പറയുക. അവർ ഒരുപാട് തവണ സോറി പറഞ്ഞതാണ്, ഇനി ചെയ്യില്ല എന്നും പറഞ്ഞതാണ്. എന്നിട്ടും അവർ പോകണമെന്നാണ് വാശി പിടിച്ചത്. ഗൈസ്, പുറത്തുനിന്ന് കാണുന്ന കണക്കല്ല, അകത്തുനിന്ന് കാണണം.
പുറത്ത് നോക്കുമ്പോൾ വണ്ടി നല്ലപോലെ കുലുങ്ങുന്നുണ്ട്, പക്ഷെ ഇത് എങ്ങനെയാണ് കുലുങ്ങുന്നതെന്ന് ആർക്കും അറിയില്ല. നമുക്കെന്ത് ഓട്ടോ ഷോ അല്ലേ, നമ്മളെ വണ്ടി കിടക്കുന്ന നോക്ക്. ബാബ്സിന് വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ലെഗ്സ് ഡ്രൈവിൻ്റെ ആകെ ഒരു 6 റേറ്റും കൊണ്ട് ലെഗ്സ് ഡ്രൈവ് വന്നു. ഇത്രയും ക്രൗഡ് ഉള്ളതുകൊണ്ട് നമ്മളങ്ങോട്ട് പോകാമെന്നില്ല, എല്ലാവരും ഒഴിയുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ. 6 റേറ്റ് നേരിട്ട് കണ്ടതിന് നല്ല ഹാപ്പിനെസ് എൻ്റെ മുഖത്തുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. വിശപ്പടിച്ചുകൊണ്ട് കൂപ്പണും കൊണ്ട് നമ്മൾ നേരെ ക്യാൻറ്റീനിലോട്ട് പോയി. നമുക്ക് ബിരിയാണിയുടെ ഒരു കൂപ്പൺ ഉണ്ട്, പക്ഷെ അത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളെ മുതലാളി നമ്മളെ വിശന്നിരിക്കാൻ വിടൂലല്ലോ. അങ്ങനെ ഇത്രയും നിരക്കുള്ള ക്യാൻറ്റീനിൽ നമ്മൾ ഊണും ബിരിയാണിയൊക്കെ മിക്സ് ചെയ്ത് കഴിച്ചിട്ട് ഇതാ എണീക്കാൻ പോവുകയാണ്. ആ ക്യാൻറ്റീനിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. ഏതൊക്കെ വണ്ടി ഇടുന്നാലും എൻ്റെ ക്യാമറ നേരെ നമ്മളെ വണ്ടിയിലോട്ട് തന്നെ പോകും. കൈ കഴുകിയിട്ട് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പോയാൽ നമ്മളെ ഞെട്ടിച്ചത് അകത്ത് ടോയ്ലറ്റ് അല്ല, ഫ്രഷ് അപ്പ് ആവാനുള്ള ജാക്കുസി ആയിരുന്നു ഉണ്ടായിരുന്നു. അത്രയും വലിയൊരു കോളേജിൽ ഇതിന്റെ നെഗറ്റീവ് ആണെന്ന് വെച്ചാൽ ആണ് എപ്പോഴും ഇതേപോലെ ക്ലീൻ ആക്കാതിരിക്കുകയൊന്നുമല്ല. പക്ഷെ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്തെന്ന് മാത്രം. പാട്ട് കേട്ട് ഗസ് ചെയ്യാ ആരാണ് വന്നിരിക്കുന്നത്. അങ്ങനത്തെ പൊളപ്പം BGM ഒക്കെ കേട്ട് എല്ലാരും കാത്തിരുന്ന 2 മുതലുകൾ വന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ട് വന്നെങ്കിൽ അതാരായിരിക്കും? അത് നമ്മുടെ എയർഷിപ്പയുടെ മോൺസ്റ്റർ ട്രക്കും പിന്നെ മാഡ് മാക്സും ആയിരുന്നു. പിന്നെ നമ്മുടെ ബാബ്സിന്റെ ആർമി ട്രക്ക് ഉണ്ടല്ലോ, അതുമായിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് മോൺസ്റ്റർ ട്രക്ക് പോയതിനു ശേഷം നമ്മുടെ ആർമി ട്രക്കിൽ മാഡ് മാക്സ് ഉണ്ടായിരുന്നു. ബാബ്സ് നമ്മളെ വണ്ടി മറിച്ചിടാൻ നോക്കുന്നു. ബാബ്സ് ലോറിയുടെ മേളിൽ കയറുന്നതിന് മുമ്പ് നമ്മളെ മുതലാളി ജീപ്പിന്റെ മേളിൽ കയറുന്ന ഫോട്ടോയും വീഡിയോസ് ഒക്കെ എടുക്കുകയാണ്. ഇത് കണ്ടിട്ട് ബാബ്സിന് ഈഗോ അടിക്കില്ല എന്നാണ് എൻ്റെ പ്രാർത്ഥന. അത്യാവശ്യം നല്ല ക്രൗഡും പൊടിയും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു കൊച്ചു പയ്യനെ കിട്ടി. ഇഷ്ടപ്പെട്ടോ വണ്ടി? ഇഷ്ടപ്പെട്ടോ നിനക്ക്? വണ്ടി കൊള്ളാവോ? ഇഷ്ടപ്പെട്ടു. ഉറക്കെ പറ. പേരെന്താ? അത് തംസപ്പ്. തംസപ്പ് എത്രയാ പഠിക്കുന്നത്? ആ ഓക്കേ. ഇഷ്ടപ്പെട്ടോ? പുറത്ത് ലൈറ്റ് ഒക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ടോ? നമ്മൾ കൂടുതൽ സമയം കാറിനകത്താണ് ഇരിക്കണം, കാരണം പുറത്ത് ഭയങ്കര വെയിൽ. കറുത്തു പോകുമേ. ഭയങ്കര സ്കിൻ കെയറിങ് തന്നെ. പിന്നല്ലാണ്ട്. പക്ഷെ ഒരു സൺസ്ക്രീൻ ഇല്ല സ്വന്തമായിട്ട്. ഗൈസ് ഏകദേശം എത്ര മണിയായി? ടൈം ഇപ്പോൾ 1:30 ആയല്ലേ? 1:30 ആയി. ഉച്ച വെയില്. കുറെ പേരൊക്കെ വണ്ടി എടുത്ത് പോയി, കുറെ പേരൊക്കെ ഇവിടുന്ന് ഇറക്കി വിട്ടു. നമ്മളെ ഇറക്കി വിടുന്നതിന് മുമ്പ് നമ്മളെ ചെയ്തുകൊണ്ട് മാത്രം ഇറക്കി വിട്ടതാ. അതെ, ഓട്ടോ ഷോയ്ക്ക് ഒന്നും പിന്നെ ഡ്രിഫ്റ്റ് അല്ലാതാ. ടയർ കറങ്ങിക്കൂടാന്നാ പറയുന്നത് എല്ലാവരും. കറങ്ങാതെ വണ്ടി കൊണ്ടുവരണോ? എന്താ റൂൾസ് അല്ലേ? പിന്നല്ലാണ്ട്. നമ്മള് കുറെ നേരമായി ഈ ഒരു സാധനം വെച്ച് ഇവിടെ ഇരിക്കുന്നു, വണ്ടിക്കകത്തിരിക്കുന്നു. ഇതുപോലെ വരുന്ന ആൾക്കാരെ ഓരോന്ന് പറയുന്നു, അവരത് കേട്ട് ചിരിക്കുന്നു. ഇതൊക്കെ തന്നെ പരിപാടി. ചില്ല് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പുറത്ത് വേറൊരു വണ്ടിയുണ്ട്. ഇനി നമ്മള് ആ ക്രൗഡുണ്ടോ, ആ ക്രൗഡ് നമ്മളിവിടെ കൊണ്ടുവരും. ആ ക്രൗഡ് എങ്ങനെ കൊണ്ടുവരും ആലോചിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത്. നേരെ പോയി ആ ബ്രോയുടെ കാര്യം പറഞ്ഞു. ബ്രോ അപ്പോഴേ വണ്ടി എടുത്ത് കറക്കിങ് വന്നു. ഇനി എന്താന്ന് നോക്കിയാലോ. കഴപ്പെന്നൊക്കെ പറഞ്ഞ ഇതാണ് അൺലിമിറ്റഡ് കഴപ്പ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഷോ ഓഫ് ഇറക്കി. അത് കഴിഞ്ഞ് നമ്മൾ കൃത്യം 3:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറക്കി വിട്ടു. നമ്മളൊരു ഉറക്കം ഉറങ്ങി. അപ്പം എണീറ്റപ്പോൾ ഒരു മഴയും കിട്ടി. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അടുത്ത വ്ലോഗിൽ കാണാം എല്ലാവരും. ബൈ 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 പറഞ്ഞ് ചായയും കുടിച്ച് എന്നെ വെഞ്ഞാറും കൂടെ ഇറക്കി വിട്ടു. അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണാം. ബൈ ഫ്രം നിഹാനെ. പോട്ടെ. ബൈ ബൈ. ടാറ്റ.